ഈ പാലക്കാട് ബൈ ഇലക്ഷന്റെ കൊടുമ്പിരി കൊണ്ട ദിവസങ്ങളിൽ ഓണെ ഫൈൻ ഡേ പൊട്ടി വീണ് INL ഒരു വാർത്താ സമ്മേളനം ഞാൻ കണ്ടിരുന്നു. അത് മുനമ്പം വഖഫ് ഭൂമിയാണെന്ന് എഴുതിയിൽ എണ്ണ കോരാൻ വേണ്ടി നടത്തിയ വാർത്താ സമ്മേളനമായിരുന്നു. അത് ആർക്കു വേണ്ടി ആരുടെ നിർദ്ദേശപ്രകാരമാണ് വാർത്താ സമ്മേളനം എന്ന് എനിക്ക് ഇപ്പോഴും ദുരൂഹമാണ്. ഇന്നിപ്പോൾ നിങ്ങൾ അവിടെ പോകുന്നുണ്ടല്ലേ ശ്രീ അബ്ദുൽ അസീസ്? വെള്ളാപ്പള്ളിയെ കാണുന്നുണ്ട്. വെള്ളാപ്പള്ളി കണ്ടതിന് ശേഷം പുറത്തിറങ്ങി വെള്ളാപ്പള്ളി പറഞ്ഞ പക്കാ വിദ്വേഷ പ്രസ്താവനയ്ക്ക് നിങ്ങൾ വെള്ളപൂശുന്നുണ്ട്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ശ്രീ അബ്ദുൽ അസീസ്? ഹാഷ്മി, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മുനമ്പം വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ആ പത്രസമ്മേളനം നടത്തിയത് എന്നാണ് താങ്കൾ ചോദിച്ചത്. ആ പത്രസമ്മേളനത്തിൽ ഞാൻ കോഴിക്കോട്ട് വെച്ച് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും സത്യമായിരുന്നു എന്ന് പിന്നീട് വന്നില്ലേ? അങ്ങനെ സത്യം പറയാൻ ആരുടെയെങ്കിലും നിർദ്ദേശം എനിക്ക് ആവശ്യമുണ്ടോ ഹാഷ്മി? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അബ്ദുൽ അസീസ്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മുനമ്പം രാഷ്ട്രീയ വിഷയമാക്കാൻ ചില ആളുകൾ വളരെ കൊണ്ടുപിടിച്ച് ശ്രമിക്കുക, പിന്നെ അത് വിലപ്പോയില്ല സത്യം ശ്രമിക്കുകയും അവിടെ വോട്ടുണ്ടാക്കാനുള്ള ഉപായമായി നോക്കുകയും ചെയ്യുന്ന ആ സമയത്ത് പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങളിൽ ഓണെ ഫൈൻ്റെ INL പൊട്ടി വീണത് നിഷ്കളങ്കമാണോ അബ്ദുൽ അസീസ്? പറയല്ലേ, അതൊക്കെ നിഷ്കളങ്കമാണോ വിശ്വസിക്കണോ? അതിനു മുമ്പ് ഒരു പ്രസ്താവന നടത്താൻ INL എനിക്ക് തോന്നുന്നു പാലക്കാട് ബൈ ഇലക്ഷൻ ആ ദിവസം തന്നെയാണ്. ഹാഷ്മി ആർക്കു വേണ്ടിയാ സംസാരിക്കുന്നത്? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ട് എന്നതുകൊണ്ട് മുനമ്പത്തെ യാഥാർത്ഥ്യമല്ലാതാകുമോ? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു സത്യം പറയേണ്ടി വന്ന സാഹചര്യം ഉണ്ടായാൽ ഉപതെരഞ്ഞെടുപ്പുണ്ട് എന്നതിനാൽ ആ സത്യം പറയരുത് എന്നാണോ ഹാഷ്മിയുടെ അഭിപ്രായം? ഞാനൊരു പൊതുപ്രവർത്തകനാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്ത് സത്യമെന്ന് അവിടെ കുറെ പാവം പിടിച്ച മനുഷ്യന്മാർ സമരം ചെയ്യുക. എന്ത് സത്യം അബ്ദുൽ അസീസ്? അവിടെ കുറച്ച് പാവം പിടിച്ച മനുഷ്യന്മാർ സമരം ചെയ്യുക. എന്താ സമര കാരണം? ഞങ്ങൾ കാലാകാലങ്ങളായി തലമുറകളായി ജീവിച്ചു വരുന്ന ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ജീവിക്കണം എന്നാവശ്യപ്പെട്ട് നെഞ്ചുരുക്കി സമരം ചെയ്യുക. അപ്പൊ നിങ്ങൾ വാർത്താ സമ്മേളനം നടത്തി വഖഫിന്റെ ഭൂമി, എന്തിനാ വഖഫിനാ ഭൂമി അബ്ദുൽ അസീസ്? എന്തിനാ വഖഫിനാ ഭൂമി അബ്ദുൽ അസീസ്? ഹാഷ്മി, എന്നെ പറയാൻ താങ്കൾ കുറെ നേരമായല്ലോ ഏകപക്ഷീയമായി എനിക്കെതിരായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഹാഷ്മി, എന്നെ പറയാൻ അനുവദിക്കൂ. അവിടെ പാവം പിടിച്ച ആളുകളുണ്ട്, അവർക്ക് ഭൂമി ഇല്ലെങ്കിൽ അത് കൊടുക്കണം എന്ന അഭിപ്രായത്തിൽ എനിക്ക് എതിരഭിപ്രായമില്ല. എന്നാൽ അവിടുത്തെ മദ്യമുതലാളിമാർ, അവിടുത്തെ റിസോർട്ട് മാഫിയകൾ, അവിടുത്തെ വൻകിട കച്ചവടക്കാർ അവരെല്ലാം ഭൂമി കയ്യേറി അതിനകത്താണ് കച്ചവടം നടത്തുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഹാഷ്മിക്ക് അത് നമ്മുടെ വിഷയം ഇന്ന് മുനമ്പമല്ല. നമ്മുടെ വിഷയം ഇന്ന് മുനമ്പമല്ല. ഞാൻ അവിടെ പോയതാണ്. ഞാൻ ആ സമരക്കാരുടെ വേദന കണ്ടൊരു മാധ്യമപ്രവർത്തകനാണ്. ഞാൻ അവരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചൊരു മാധ്യമപ്രവർത്തകനാണ്. അവരുടെ ആവശ്യം ജനുവിനാണ്. അവർ പരമ്പരകളായി ജീവിക്കുന്ന ആ ഭൂമി വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നവർ പറയുന്നത് ന്യായമാണ്. ആ ഭൂമി വഖഫിന്റെ ഭൂമി അല്ല എന്നെനിക്ക് നിലപാടുണ്ട് ശ്രീ അബ്ദുൽ അസീസ്. നമ്മുടെ വിഷയമല്ല. വഖഫിന് ആ ഭൂമിയുടെ ഒരു കാര്യം, ഒരു ആവശ്യമില്ല. അത് പോട്ടെ, അത് വേറെ കാര്യം. അബ്ദുൽ അസീസ്, പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്ത് ആ വിഷയവുമായി INL വാർത്താ സമ്മേളനം നടത്തിയതിൽ ദുരൂഹത ഞാൻ കാണുന്നു. എന്റെ ചോദ്യം അതല്ല. വെള്ളാപ്പള്ളി നടേശനെ ഇന്ന് പോയി വെള്ളപൂശി കാണിക്കാൻ അന്ന് നിർദ്ദേശം നൽകി, അവർ തന്നെ നൽകിയ നിർദ്ദേശത്തിനനുസരിച്ചാണ് അവിടെ പോയി വെള്ളപൂശിയതെന്ന് അബ്ദുൽ അസീസ്. അവിടെ വെള്ളാപ്പള്ളി നടേശനുമായി സംസാരിച്ചത് താങ്കൾ കണ്ടോ ഹാഷ്മി? താങ്കളുടെ പ്രതിനിധി അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ വെള്ളാപ്പള്ളി നടേശനുമായി ഞങ്ങൾ നടത്തിയ ചർച്ചയെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിക്കൂ. ഞങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പൊ താങ്കൾ നവാസിനോട് ചോദിച്ചല്ലോ, PK നവാസിനോട് ചോദിച്ചല്ലോ, ഒരു രാഷ്ട്രീയ നേതാവ് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രഗത്ഭനായ ഒരാൾ അദ്ദേഹം ഒരു വിഷയം ടേക്കപ്പ് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ഒരു വിഷയം പറയുമ്പോൾ അദ്ദേഹത്തെ മറുപക്ഷത്ത് നിർത്തലാണോ നമ്മളൊക്കെ ചെയ്യേണ്ടത്? നമുക്കറിയാം, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം മലപ്പുറത്ത് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ വലിയ തോതിലുള്ള ധ്രുവീകരണം ഉണ്ടായി. ആ ധ്രുവീകരണം ഉണ്ടാവാൻ സാഹചര്യം എന്താണ് എന്ന് അദ്ദേഹത്തോടാണ് സംസാരിക്കേണ്ടത്. അല്ലാതെ ആഷ്മിയോട് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾ മലപ്പുറം ഒരു പ്രത്യേക സംസ്ഥാനമാണെന്നും പ്രത്യേക വിഭാഗ രാജ്യമാണെന്നും എന്ന് പറഞ്ഞത് എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത് യാഥാർത്ഥ്യമാണോ ശ്രീ അബ്ദുൽ അസീസ്? അങ്ങയുടെ നേതാവ് ശ്രീ AP അബ്ദുൽ വഹാബ് പറയുന്നു വെള്ളാപ്പള്ളി പങ്കുവച്ചത് ചില യാഥാർത്ഥ്യങ്ങൾ, ചില രാഷ്ട്രീയ നേതാക്കളുടെ തന്ത്രങ്ങളെയാണ് അദ്ദേഹം തുറന്നു കാണിച്ചത്. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്ന പച്ചക്കള്ളം യാഥാർത്ഥ്യമാണോ ശ്രീ അബ്ദുൽ അസീസ്? അതൊരു പ്രത്യേക രാജ്യമാണോ? അതൊരു പ്രത്യേക സംസ്ഥാനമാണോ? ആരുടെ രാജ്യം, ആരുടെ സംസ്ഥാനം? ഞാൻ പറയട്ടെ ഹാഷ്മി, എന്നെ അനുവദിക്കൂ. അതെ, ഞാൻ പറയട്ടെ.
വെള്ളാപ്പള്ളി നടേശൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതിനെ കുറിച്ച് ഞങ്ങൾ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ വൈകാരികമായി അവതരിപ്പിക്കപ്പെടുകയായിരുന്നു, ചില കാര്യങ്ങളിൽ അദ്ദേഹം ഡൈവേർട്ട് ചെയ്തു പോയിട്ടുണ്ട്, അദ്ദേഹം അത് സമ്മതിച്ചു. എന്നിട്ട് അദ്ദേഹം ഞങ്ങളോട് അടച്ചിട്ട മുറിക്കകത്തുള്ള ചർച്ചയിൽ അദ്ദേഹം ഞങ്ങളോട് കൃത്യമായി പറഞ്ഞു, മലപ്പുറത്തുള്ള മുസ്ലിം സമുദായത്തിന് അടച്ചിട്ട മുറിക്കകത്ത് നിങ്ങൾ എന്ത് സംസാരിച്ചു എന്നത് കേരളത്തിൽ അറിയേണ്ട കാര്യമില്ല. നിങ്ങൾ പുറത്തിറങ്ങി വന്ന് പറഞ്ഞ കാര്യമാണ്. ഞാൻ അവരോട് ക്ഷമാപണം ചെയ്യാൻ തയ്യാറാണ്. അദ്ദേഹം ഹാഷ്മി എന്നെ സംസാരിക്കാൻ അടച്ചിട്ട മുറിക്കകത്ത് നിങ്ങൾ എന്തൊക്കെ സംസാരിച്ചു എന്ന് കേരളത്തിന് അറിയണോ? അസഹിഷ്ണുത കാണിക്കരുത്. നിങ്ങൾ പുറത്തിറങ്ങി എന്ന് പറഞ്ഞ കാര്യം എന്താണ്? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് യാഥാർത്ഥ്യമായ കാര്യങ്ങളാണ്. പുറത്തിറങ്ങി പറഞ്ഞ കാര്യം കൂടി കേട്ടില്ലേ? മലബാറിലെ മുസ്ലിം സമുദായം, കേരളത്തിലെ മുസ്ലിം സമുദായം എന്റെ സഹോദരങ്ങളാണ്. അദ്ദേഹം കൃത്യമായി പറഞ്ഞു, എന്റെ സഹോദരങ്ങളാണ്. വല്ല തെറ്റിദ്ധാരണയും ഉണ്ടെങ്കിൽ അത് തിരുത്തണം. മലബാറിലെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ മേലാളന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം കൃത്യങ്ങൾക്കെതിരായി ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായി അത് പറഞ്ഞല്ലോ. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന്റെ അവർ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന, അന്യായമായി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളെക്കുറിച്ചും ആ സ്ഥാപനം കൈവശം വെക്കുന്നതിന് വേണ്ടി സമുദായത്തെ കയ്യിൽ വെച്ചുവെന്ന് താങ്കളോട് പറഞ്ഞത് സ്ഥാപനത്തിന്റെ പേരെന്ന് പറയൂ. അദ്ദേഹം പറഞ്ഞു 2014 അധികാരം ഒഴിഞ്ഞു പോകുമ്പോ അവസാനമായി 2 സ്ഥാപനങ്ങൾ അവരെഴുതി ഒപ്പിട്ടെടുത്തു. ഞങ്ങളുടെ അപേക്ഷ നിലവിലുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അത് പരിശോധിക്കേണ്ടതാണ്. ഹാഷ്മിക്ക് പരിശോധിക്കാം. ലീഗ് നേതാക്കന്മാർക്ക് വിശദീകരിക്കുകയും ഏത് സ്ഥാപനം നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സ്ഥാപനങ്ങളെ കുറിച്ച് എല്ലാം അറിയാം. വേങ്ങരയിലെ സ്ഥാപനത്തെ കുറിച്ച് 2016 കഴിഞ്ഞ് നമ്മൾ 25-ലല്ലേ നിൽക്കുന്നത്? വർഷം 10 ആവുന്നില്ലേ? അല്ല, വർഷം 10 ആവുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ അനർഹമായി എഴുതി ഒപ്പിട്ട ആ സ്ഥാപനം തിരിച്ചു പിടിച്ചു കൊടുത്തൂടെ ഈ പിണറായി സർക്കാരിന്? ആവശ്യങ്ങൾ ഉന്നയിച്ചോ വെള്ളാപ്പള്ളി? 2016 കഴിഞ്ഞിപ്പോ 25-അല്ലേ സാറേ? 10 വർഷമാ പോവല്ലേ? അന്ന് അനർഹമായി ആർക്കെങ്കിലും എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ 10 വർഷം കൊണ്ട് ഹാഷ്മി ഈ അധികാരപരിധിയിൽപ്പെട്ടതല്ല. അത് അദ്ദേഹം തിരിച്ചു പിടിക്കണം. നിങ്ങൾ LDF-ലുള്ളവരല്ലേ? നിങ്ങളോട് ആവശ്യപ്പെട്ടോ ഈ 10 വർഷം കൊണ്ട്? കഴിഞ്ഞ 10 കൊല്ലമായി ഭരിക്കുന്ന പിണറായി വിജയനല്ലേ എന്ന്? ഹാഷ്മി, എന്നെ പറയാൻ അനുവദിക്കണം. താങ്കളും മറ്റൊരാളും കൂടി എനിക്കെതിരായി ഈ രൂപത്തിൽ പറഞ്ഞാൽ എന്നെ ഇവിടെ വിളിച്ചിരുത്തി പറയുന്നത് കേൾക്കാതിരിക്കാനാണ് താങ്കളും താങ്കളുടെ ആളുകളും കൂടി ശ്രമിക്കുന്നതെങ്കിൽ അത് ആദ്യമേ അങ്ങ് പറഞ്ഞാൽ മതി. എനിക്ക് പറയാനുള്ള അവസരം തരുമെങ്കിൽ ഞാൻ കാര്യങ്ങൾ വിശദീകരിക്കാം. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷം സംഘപരിവാർ വെള്ളാപ്പള്ളി പറഞ്ഞത് യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞ യാഥാർത്ഥ്യങ്ങളിൽ ആ കാലത്ത് എന്ന് പറഞ്ഞ യാഥാർത്ഥ്യങ്ങളിൽ മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണോ? മലപ്പുറം ഒരു പ്രത്യേക സംസ്ഥാനമാണെന്ന് പറഞ്ഞ യാഥാർത്ഥ്യമാണോ? ഒരു പ്രത്യേക വിഭാഗത്തിന്റെ സംസ്ഥാനത്ത് മറ്റാർക്കും ഉണ്ടാൻ അവകാശമില്ല എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമാണോ? ഉണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ് എന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. എന്റെ ഭാഗത്ത് അങ്ങനെ പെശകുകൾ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണ് എന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. മാത്രമല്ല, അദ്ദേഹം പുറത്തു വന്നുകൊണ്ട് മലപ്പുറത്തെ മുസ്ലിങ്ങൾക്ക് വല്ല വേദനയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ക്ഷമിക്കണം, ഞാൻ അവരെ ചേർത്തു പിടിക്കുകയാണ്, ഞങ്ങൾ സഹോദരന്മാരാണ്, കൃത്യമായി അദ്ദേഹം പറഞ്ഞു. നിങ്ങളുടെ ആളുകൾ ഉണ്ടാവുമല്ലോ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് കേൾക്കാം. ഇനി ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ രാജ്യം സംഘപരിവാർ ഭരിക്കുകയും ന്യൂനപക്ഷങ്ങൾ വലിയ തോതിലുള്ള ഭീഷണിയിൽ അകപ്പെടുകയും ചെയ്യുമ്പോൾ കേരളം മാത്രം ഒരു മതനിരപേക്ഷതയുടെ തുരുത്തായി നിൽക്കുകയാണ്. ആ മതനിരപേക്ഷതയുടെ തുരുത്തായ കേരളത്തിൽ ഈഴവ സമുദായം പോലെ സെക്യുലർ നിലപാടുകൾ മാത്രം കാലാകാലമായി എടുത്തിട്ടുള്ള ഒരു സമുദായത്തിന്റെ നേതാവിനെ എതിർപക്ഷത്ത് നിർത്തിക്കൊണ്ട്, മറുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ഈ സമുദായത്തെ വീണ്ടും ഒറ്റപ്പെടുത്തണം എന്ന താല്പര്യം ആരുടേതാണ് ഹാഷ്മി? ആ താല്പര്യമാണോ പ്രായോഗികമാവേണ്ടത്? അതല്ല അദ്ദേഹവുമായി സംസാരിച്ച് എന്താണ് വിഷയം സൗഹാർദ്ദപൂർണമായ അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കുകയാണോ വേണ്ടത്? എന്താണ് ഹാഷ്മി പറയണം? അല്ല അത് സമന്വയത്തിന്റെ ഭാഷയാണ്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ അന്ന് ഈ പറയുന്ന ആൾനൂഴിയിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന താഴെ നൗഷാദ് എന്ന് പറയുന്ന ഒരു പാവം മനുഷ്യൻ ആൾക്കാരെ രക്ഷിക്കാൻ ഇറങ്ങി മരിച്ചുപോയപ്പോൾ പറഞ്ഞ വർഗീയ പ്രസ്താവന, അതിനുശേഷം പലയാവർത്തി പറഞ്ഞ വിദ്വേഷ പ്രസ്താവന ഒന്നും നിങ്ങൾ കാണാതെ നിങ്ങൾ ഇത് മാത്രം പോയി കണ്ട് വെള്ളാപ്പള്ളിയെ പോയി ചേർത്ത് പിടിക്കാനുള്ള തീരുമാനം നല്ല കാര്യം. സമാധാനത്തിന്റെ രാഷ്ട്രീയം
അതെല്ലാം എതിർക്കപ്പെടേണ്ടത്.